ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കഥകളാണ് വന്നിരിക്കുന്നത്. ഞാൻ ശിവരാത്രി ഉണ്ടായതിന്റെ കഥയും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വ്രതത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു കഥയും എന്റെ കയ്യിലുണ്ട്. വിശാൻ, നീ പറയൂ. അപ്പോൾ ഞാൻ ശിവരാത്രിയുടെ കഥ പറയാൻ പോവുകയാണ്. ദേവന്മാർക്ക് ജരാനര ബാധിക്കുന്നു. ഇതിനുള്ള ഒരു പരിഹാരമായിട്ട് പാലായിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്ത് കുടിക്കണം. അതാണ് പ്രതിവിധി. അപ്പോൾ ദേവന്മാർക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് അസുരന്മാരെ വിളിക്കും. പാലാഴി എന്ന് പറയുന്നത് വലിയ സമുദ്രമാണ്. അപ്പൊ ദേവന്മാർക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് അസുരന്മാരെയും കൂടി വിളിക്കുന്നു. അപ്പൊ മന്ദര പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമാണ് ഇവര് കോലായിട്ട് ഉപയോഗിക്കുന്നത്. ഭയങ്കര വലുതായതുകൊണ്ട് വാസുകി എന്ന് പറയുന്ന ഒരു വലിയ സർപ്പത്തെയാണ് ഇവർ കയറിന് പകരം ഉപയോഗിക്കുന്നത്. തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും അവരെ കടഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ഐരാവതം പോലുള്ള കുറെ കാര്യങ്ങൾ വരുന്നത്. അമൃതത്തിന് മുൻപ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ വന്നൊരു ഒരു വിഷമാണ് കാളകൂട വിഷം. അപ്പോ ഈ വിഷം ഒരു തുള്ളിയെങ്കിലും ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി അപ്പാടെ ഇല്ലാതാവും. അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടി ശിവദേവല്ലേ അപ്പൊ ഈ വിഷം എടുത്ത് കുടിക്കുന്നു. അപ്പൊ ഇതകത്ത് എന്നാൽ ശിവന് മോശമാണെന്നറിയാവുന്നതുകൊണ്ട് പാർവതി ദേവി കഴുത്ത് കണ്ടത്തിൽ ഇങ്ങനെ പിടിക്കുന്നു. അത് അകത്തേക്ക് പോകാതിരിക്കാൻ വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു ബാബുത്ത് പിടിക്കുന്നു. ഭൂമി വീണാലും പ്രശ്നം, അകത്ത് ചെന്നാലും പ്രശ്നം. അപ്പൊ അങ്ങനെ പൊട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഒരു രാത്രി കഴിയണം ഈ വിഷത്തിന്റെ വീര്യം കൊള്ളാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരുന്നു. അവര് ശിവന്റെ അടുത്ത് പൂജയൊക്കെ നടത്തി ശിവനെ ഉറങ്ങാതെ കൂട്ടിയിരുന്നു. ഇവർ രണ്ടുപേരും കുറെ പേരൊക്കെ ദീപന്മാരൊക്കെ. അങ്ങനെ ആ രാത്രിയാണ് ശിവരാത്രി ആയത്. ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇങ്ങനെ ഈ വിഷം അതവിടെ കെട്ടിക്കടന്ന് ആ വിഷം കണ്ട നീലയായി. അതുകൊണ്ട് നീലകണ്ഠന് മഹാശിവന് പേര് വന്നത് അതുകൊണ്ടാണ്. അതാണിപ്പോ വളരെ പ്രചാരത്തിലുള്ള ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. അതുപോലെ തന്നെ ശിവന്റെയും പാർവതിയുടെയും കല്യാണ ദിവസമാണ് ശിവരാത്രി. ശിവൻ സംഹാര താണ്ഡവ നൃത്തമാടിയ ദിവസമാണ് ശിവരാത്രി. അങ്ങനെ പല പല ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതാണ് നിശാം പറഞ്ഞ ഐതിഹ്യം. അതുപോലെ ഇനി മഹാശിവരാത്രി ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു കഥയുള്ളത്. സസുരൻ എന്ന് പറയുന്ന ഒരു വേട്ടക്കാരൻ, അദ്ദേഹം ഒരു ദിവസം വേട്ടയ്ക്ക് പോകുന്നു. ഒരുപാട് നേരം അദ്ദേഹം വേട്ടയ്ക്ക് പോയെങ്കിലും ഒരു മൃഗത്തെയും അദ്ദേഹത്തിന് ലഭിച്ചില്ല, ഒരു മൃഗത്തിനെയും കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിന് സങ്കടമാണ്. കാരണം അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇദ്ദേഹം വേട്ട ചെയ്ത് എന്തെങ്കിലും കൊണ്ടുപോയാൽ അവർക്ക് ഭക്ഷണം കിട്ടും. അപ്പൊ വീട്ടുകാർക്കും ഭക്ഷണമില്ല, ഇദ്ദേഹവും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അല്പം റിസ്ക് ആണെങ്കിലും അദ്ദേഹം കാടിന്റെ ഉൾഭാഗത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ച് പോവുകയാണ് മൃഗങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം മൃഗങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു, എന്നിട്ടും ഒരു രക്ഷയുമില്ല. അവസാനം ഇരുട്ടായി, രാത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് തിരികെ വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു അപായം എന്ന രീതിയിൽ അവിടെ ആ കാട്ടിലുണ്ടായിരുന്ന ഒരു കൂവള മരം ഉണ്ടായിരുന്നു. ആ കൂവള മരത്തിന്റെ മുകളിൽ കയറി ഇനി ആ കൂവള മരത്തിന്റെ മുകളിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയെങ്ങാനും താഴെ വീണാൽ മൃഗങ്ങളെങ്ങാനും പിടിച്ചാലും ആ ഒരു ഭയം കാരണം അദ്ദേഹം ഉറങ്ങാതിരിക്കാനായിട്ട് ആ കൂവളത്തിലെ ഓരോ ഇലകളും പറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ഉറങ്ങാതിരിക്കാനുള്ള ഒരു പ്രവൃത്തി എന്ന രീതിയായിരുന്നു കൂവളത്തിന്റെ ഇലകൾ താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു. അതിനൊപ്പം തന്നെ തന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തും ഭക്ഷണമില്ല, അവരെന്ത് ചെയ്യുകയായിരിക്കും, ആ ഓരോ ചിന്തകളും കാരണം അദ്ദേഹത്തിന് വല്ലാതെ സങ്കടമാവുകയും അവസാനം അദ്ദേഹം കരയുകയൊക്കെ ചെയ്തു. കണ്ണീരെല്ലാം ഇങ്ങനെ വാർന്നൊഴുകി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സങ്കടത്തിലും വിശപ്പിലും ഒക്കെ ആ ഒരു രാത്രി കഴിച്ചുകൂട്ടി രാവിലെ ആയപ്പോൾ തിരികെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ സാസുരൻ അദ്ദേഹം മരിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകാനായി രണ്ട് ശിവഭക്തന്മാർ വന്നു അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ.
അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ അന്ന് ആ രാത്രി സാസുരൻ ആ മരത്തിന് മുകളിൽ ഇരുന്നല്ലോ, അന്നൊരു ശിവരാത്രിയായിരുന്നു, ശിവരാത്രി ദിവസമാണ്. അതുമാത്രമല്ല, അന്ന് ആ സാസുരൻ ആ മരത്തിന്റെ ഇലകൾ പറിച്ച്, കൂവള മരമില്ല, അതിന്റെ ഇലകൾ പറിച്ച് താഴേക്ക് ഇടുന്ന സമയത്ത് അവിടെ ആ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറിച്ച് താഴേക്കിട്ട ഇലകളും അദ്ദേഹം മാത്രമല്ല, സങ്കടം കാരണം വന്ന കണ്ണീരിന്റെ ആ തുള്ളികളുണ്ടല്ലോ, അതെല്ലാം ചെന്ന് വീണത് ഈ ശിവലിംഗത്തിലേക്കായിരുന്നു. അപ്പോൾ ആ സാസുരൻ പോലും അറിയാതെ അദ്ദേഹം ഒരു ശിവപൂജ നടത്തുകയായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ആ സ്വർഗത്തിൽ പോകാൻ കാരണം ആ 2 ദിവസത്തെ ഉപവാസം, ഭക്ഷണമൊന്നുമില്ലാതെ വിശന്ന് അദ്ദേഹം അന്ന് ഉപവസിച്ചത് കൊണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ ശിവരാത്രി ദിവസവും ആൾക്കാര് മോക്ഷം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇതുപോലെ വ്രതം എടുക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട, ശിവരാത്രി എന്തുകൊണ്ടാണ് ആഘോഷിക്കാൻ കാരണമായ അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം, അതുപോലെ ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു കഥയും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. എല്ലാവർക്കും ശിവരാത്രി ദിനാശംസകൾ നേരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഇവർക്കൊപ്പം